ഹലോ, എല്ലാവർക്കും ഇറ്റ്സ് മീ ആൻഡ് കേശു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അത് ഇന്ന് പറഞ്ഞാൽ ജൂൺ 8-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തലേന്ന് പോയി തിരക്കിയിട്ട് അഷ്ടമുടി ബോട്ടിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. ഗവൺമെൻറ് ഓഫ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സി അഷ്ടമുടി എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. അതിൽ ബുക്കിംഗ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ 2-3 മാസം ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. തലേന്ന് പോയി ബുക്ക് ചെയ്തിരുന്നാലും നമുക്ക് അടുത്ത ദിവസം യാത്ര പോകാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും പ്രതീക്ഷിക്കാതെ തലേന്നെടുത്ത തീരുമാനമാണ് ഈ ബോട്ടിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതെന്നാണ്. പക്ഷേ എൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നുള്ളത്. ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ടൂർ പാക്കേജ് അടുത്തിടയ്ക്കെങ്ങും ഞാൻ പോയിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. തലേന്ന് ബുക്ക് ചെയ്ത ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ 10:45 കൊല്ലം KSRTCക്ക് ഓപ്പോസിറ്റുള്ള ബോട്ട് ജെട്ടിയിൽ എത്തേണ്ടത്. രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന ഈ യാത്ര വൈകിട്ട് 4 മണി വരെയാണ്. ബോട്ടിൻ്റെ താഴെയും മുകളിലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. താഴെയാണെങ്കിൽ 400 രൂപയും മുകളിലാണെങ്കിൽ 500 രൂപയാണ്. നോൺ AC ആണെങ്കിലും എല്ലാ സീറ്റിനടുത്തായിട്ട് ഫാൻ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരുമൊത്ത് ഞങ്ങളും കൃത്യം 11 മണിയായപ്പോൾ അവിടുന്ന് ബോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കേശുകുടന് കൂട്ടായിട്ട് ജാനവും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും 6 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വന്ന് കയറി എല്ലാവരും അവരവരുടെ സീറ്റിൽ അറേഞ്ച് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ട ഫുഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. രാവിലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ചൂട് പഴംപൊരിയും പരിപ്പുവടയും ചായയും ഉണ്ടായിരുന്നു. ചൂടുള്ള പരിപ്പുവടയും പഴംപൊരിയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. യാത്രാ ചെലവ് മാത്രമാണ് 400 രൂപയും 500 രൂപയും. സാധാ ഒരു ഊണിന് മീൻകറി കൂട്ടി അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് കൂട്ടി 100 രൂപയാണ്. എക്സ്ട്രാ വേണ്ടവർക്ക് കക്ക, കണവ, ഞണ്ട്, കൊഞ്ച് അങ്ങനെ പല വെറൈറ്റി, ചിക്കൻ പെരട്ട്, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് കിട്ടും. അതിന് എക്സ്ട്രാ 80 രൂപ, 100 രൂപ, 120 രൂപ എന്നിങ്ങനെയാണ്. പിന്നെ ചായയ്ക്കും ഈ പലഹാരത്തിനും ഉള്ളത് സെപ്പറേറ്റ് കൊടുക്കണം. ഈ പലഹാരങ്ങളും ചായയും ഫ്രഷായിട്ട് തന്നെ നല്ല ചൂടോടെ ആ ബോട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. അതുമാത്രമല്ല, കുട്ടികൾക്ക് ആവശ്യമുള്ള ചോക്ലേറ്റുകൾ, സ്നാക്കുകൾ എല്ലാം ആ ബോട്ടിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 11 മണി എന്നുള്ളത് ഏകദേശം ഒരു 11:30-11:45 ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾക്ക് സമയം കിട്ടി. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഗവൺമെൻറ് സർവീസ് ആണെങ്കിലും അതിലുള്ള എല്ലാ സ്റ്റാഫുകളും നമ്മളോട് അത്ര കെയർ ആയിട്ടും എൻജോയ്മെൻ്റ് ആയിട്ടുമാണ് ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും പാട്ടുപാടിയും ചിരിപ്പിച്ചും തമാശകൾ പറഞ്ഞും നമ്മളുടെ എല്ലാ ആഘോഷങ്ങളിലും അവരും പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ട് തുടങ്ങിയ സമയത്ത് ആദ്യം എല്ലാവർക്കും കുറച്ച് ചമ്മലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും യാത്രയുടെ ലാസ്റ്റ് ആയപ്പോൾ തന്നെ എല്ലാവരും ഹൈ എനർജി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മൺട്രോത്തുരുത്ത്, അഷ്ടമുടി, സാമ്പ്രാണിക്കൊടി അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ആ ബോട്ടിൽ യാത്ര ചെയ്തിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഹൈ എനർജിയിൽ തന്നെയാണ് എല്ലാവരും വൈകുന്നേരം തിരിച്ചു വന്നതും. കന്യാകുമാരി, ആന്ധ്രാപ്രദേശ് എന്നീ പല സ്ഥലങ്ങളിലും ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അവർ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോകാൻ നേരം പാട്ടും ആശംസകളും, അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാത്തതിന് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും വന്ന് വീഡിയോ എടുക്കാനും സംസാരിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് സമയമായിരുന്നെങ്കിലും കായലിലെ ആ ഒരു തണുത്ത കാറ്റും യാത്രയുടെ ആ ഭംഗിയും ബാൽക്കണിയും ഒക്കെ അതിമനോഹരമായ യാത്രയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്.
കൂടാതെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഞങ്ങൾ കണ്ടിരുന്നു. അതിലെ യാത്രക്കാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു. അരുൺ ചേട്ടനും ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരുൺ ചേട്ടൻ പെട്ടെന്ന് ആ പാട്ട് പാടിയതിൻ്റെ ഷോക്കിൽ എൻ്റെ ക്യാമറ ഓൺ അല്ലാതായിപ്പോയി. എന്നിരുന്നാലും ഒരു ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ ചേട്ടൻ വന്ന് സംസാരിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് ഇതുപോലൊരു സങ്കടം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാ ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും അങ്ങനെ പല പല എൻജോയ്മെൻറ്റിലായിരുന്നു അവരെല്ലാവരും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സംഭവം. ഇത് ബോട്ടിൽ തന്നെയുള്ള സ്നാക്സും വെള്ളവും ചായയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. അത് നടത്തിക്കൊണ്ട് വരുന്നതും ഒരു പ്രായമുള്ള ഒരു അച്ഛനാണ് കേട്ടോ. നല്ല പോലെ അവരെല്ലാവരും ഞങ്ങളോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 400 രൂപ അല്ലെങ്കിൽ 500 രൂപ മുടക്കി നമ്മൾ ഈ പോകുന്ന യാത്ര വെറുതെ ആയില്ല എന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് നമ്മളെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. കൊച്ചു കുട്ടികളെക്കാളും ചെറുപ്പക്കാരെക്കാളും കൂടുതൽ എനർജറ്റിക് ആയിട്ട് അപ്പൂപ്പന്മാരായിരുന്നു അല്ലെങ്കിൽ അങ്കിളുമാരായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ പാട്ട് കരോക്കെ ഒക്കെ ഇട്ടിട്ടുള്ള പാട്ടും കാര്യങ്ങളും ഡാൻസുകളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കൂടാതെ ബോട്ടിൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ടായിരുന്നു. അടുത്ത് കാണുന്ന ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും NSSൻ്റെ ഓഫീസുകളും എല്ലാവർക്കും നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അതാത് സമയം മൈക്കിലൂടെ നമുക്ക് ഓരോ നിർദ്ദേശങ്ങളും അവർ തരുന്നുണ്ടായിരുന്നു. സാധാരണ കാണുന്ന ഗവൺമെൻറ് സർവീസുള്ള ബസ്സുകളിലും ഒക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ജാടയും ഇല്ലാത്ത സ്റ്റാഫുകളായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. 4 5 സ്റ്റാഫുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഓരോരുത്തരും ഒന്നിലൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. കേശുവും ജാനവും ബോട്ട് എന്ന് പറഞ്ഞു തുടങ്ങിയത് ആ ബോട്ട് എൻഡിങ് സമയം വരെയും അവർ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേശു ആണെങ്കിൽ ബോട്ട് ഞാനാണ് ഓടിക്കുന്നത് എന്ന രീതിയിലായിരുന്നു അവൻ്റെ ഭാവവും നിൽപ്പും ഒക്കെ. എന്തായാലും കൊച്ചു പിള്ളേർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ആരെങ്കിലും ഇതിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം ബോട്ട് ജെട്ടിയിൽ വന്ന് തിരക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ അവരുടെ ബുക്കിംഗ് നമ്പറുണ്ട്, അതിൽ വിളിച്ച് തിരക്കുകയോ ചെയ്തിട്ട് വന്നാൽ മതി. ഞായറാഴ്ചയും ഇത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ കണ്ടിരുന്നില്ലേ, അവരാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ആൾ ഇവിടുത്തെ കുടുംബശ്രീയിലെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ആളും ആളുടെ വൈഫുമാണ് ആ നിൽക്കുന്നത്. അവരും വന്ന് പരിചയപ്പെടുകയും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് തൊട്ടടുത്തൂടെ ഹൗസ് ബോട്ട് പോകുന്നത്. അതിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 8ാമത്തെ വിവാഹ വാർഷികത്തിന് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്ന ഞങ്ങൾ പെട്ടെന്നാണ് ഈ ഹൗസ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും ആ ഒരു ദിവസം ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നേക്കാളും ചേട്ടനേക്കാളും കൂടുതൽ കേശുക്കുട്ടനാണ് ആ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ഏറെ കമ്പനി ആയത്. 45,000-ഉം 50,000-ഉം ഒക്കെ മുടക്കി ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ 400 രൂപ 500 രൂപയ്ക്ക് ഈ ഒരു യാത്ര എന്തുകൊണ്ടും ഭാഗ്യം തന്നെയാണ്. കുടുംബശ്രീ പ്രവർത്തകരാണ് അവിടെ നമുക്ക് ഉച്ചയൂണിൻ്റെ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അവരാണ് ചോറും കറികളും എല്ലാം ഉണ്ടാക്കി ബോട്ടിൽ നമുക്ക് സെർവ് ചെയ്യുന്നത്. വിഭവസമൃദ്ധമായ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചോറ്, സാമ്പാർ, മോര്, അവിയൽ, തോരൻ, പച്ചടി, പിന്നെ എക്സ്ട്രാ ഞങ്ങൾ മത്തി ഉണ്ടായിരുന്നു, നെത്തോലി, പിന്നെ കണവ, കൊഞ്ച്, കപ്പ, മീൻകറി എന്നിവയാണ് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് പറഞ്ഞത്. നല്ല ഒരു ഊണ് തന്നെ ആയിരുന്നു. ആ നെത്തോലി ഫ്രൈ ആണെങ്കിൽ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ലതായിരുന്നു സ്പെഷ്യലുകളെല്ലാം. സത്യം പറഞ്ഞാൽ ആ സമയത്ത് മീനൊന്നും കൂട്ടാറില്ലായിരുന്നു, കണ്ടെയ്നറൊക്കെ മറഞ്ഞത് കൊണ്ട്. പക്ഷേ ആരും ഒന്നും നോക്കിയില്ല. ആ ബോട്ടിലുണ്ട് എല്ലാവരും ആ സ്പെഷ്യലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊഞ്ച് ഫ്രൈയും നെത്തോലിയും കണവയും കക്കയും എല്ലാവരും, കപ്പയും മീൻകറിയൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഉച്ചയൂണിന് ശേഷം എല്ലാവരും പിന്നെയും പാട്ടിലും ഡാൻസിലും ഒക്കെ ആയിരുന്നു. കേശുക്കുട്ടനാണെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലുള്ള ഈ ഒരു യന്ത്രമൊക്കെ പിടിച്ച് തിരിച്ചിട്ട് അവൻ ബോട്ട് ഓടിക്കുന്നത് കേശുവാണ് എന്ന ഭാവത്തിലായിരുന്നു ആ നിൽപ്പ്. താഴത്തെ വ്യൂ അതിമനോഹരം. ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. ആ ബോട്ട് പോകുന്നതിനനുസരിച്ച് ഒരുപാട് കിളികൾ ആ ബോട്ടിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഓരോ മീനുകളും ഇങ്ങനെ ചാടി പറന്നാണ്
മാത്രമാണ് കുതിച്ചതിനകത്ത് പൊങ്ങിയിരുന്നത്. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ആ ഓളങ്ങളൊക്കെ തട്ടി ഈ ഒരു യാത്ര എന്തുകൊണ്ടും ഞങ്ങൾക്ക് ആ സമയത്ത് ഒരുപാട് സന്തോഷം തന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഈ ഒരു ബോട്ട് എത്തിച്ചേർന്നത് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലാണ്. അവിടെ ചെന്ന ശേഷം എല്ലാവർക്കും 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് മറ്റൊരു ബോട്ടിൽ നിങ്ങൾക്ക് സാമ്പ്രാണിക്കൊടിയിലേക്ക് യാത്ര പോകാവുന്നതാണ്. നമ്മൾ വന്നിരിക്കുന്ന സി അഷ്ടമുടി 1 മണിക്കൂർ അവിടെ എന്തായാലും പാർക്ക് ചെയ്തിരിക്കും. ബോട്ടിൽ വന്ന പകുതിയിലേറെ പേര് ഈ സാമ്പ്രാണിക്കൊടിയിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട ശേഷം കൃത്യം ഒരു 4:30 ഞങ്ങൾ അവിടുന്ന് തന്നെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് എല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടുകളും എല്ലാവരും കൈയടിച്ച് ഞങ്ങളെ ഒരുപാട് വിഷ് ചെയ്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആ ബോട്ടിൽ പോയത് തന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല ഒരു യാത്രയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമായി എല്ലാവരുടെ ആ ഒരു ആശംസകളും പാട്ടുകളും ഡാൻസുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു യാത്ര പോകണമെങ്കിൽ നേരെ കൊല്ലത്ത് ബോട്ട് ജെട്ടിയിൽ വരിക, ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ ബുക്കിംഗ് നമ്പർ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് അന്വേഷിച്ച ശേഷം ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഈ 400 രൂപ 500 രൂപയ്ക്ക് ഏറ്റവും നല്ല ഒരു 1 ഡേ ടൂർ പാക്കേജ് ആയിരിക്കും ഈ സി അഷ്ടമുടി തരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഈ ബോട്ടിംഗ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരും പോയിട്ടുള്ളവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയാനായിട്ട് ജൂൺ 8 ഞങ്ങളുടെ 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് എനിക്ക് വിശ്വസം നിറഞ്ഞ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പോരാതെ ഇനിയും വീഡിയോകൾ ഇടാൻ നിങ്ങളാണ് എനിക്ക് പ്രചോദനം. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ബൈ.